തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന PV അൻവർ നാളെ നിർണായക പ്രഖ്യാപനം നടത്തിയേക്കും. നാളെ തിരുവനന്തപുരത്ത് അൻവർ മാധ്യമങ്ങളെ കാണും. MLA സ്ഥാനം ഒഴിയുന്നത് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. KR സാജു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സാജു, MLA സ്ഥാനം ഒഴിഞ്ഞ് TMCയിൽ ഔദ്യോഗിക അംഗത്വം എന്ന നിർണായക പ്രഖ്യാപനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും നാളെ രാവിലെ 9:30 തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുമെന്നാണ് PV അൻവർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ നിർണായക പ്രഖ്യാപനം ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ അറിയിക്കാനായി ഉള്ള വാർത്താ സമ്മേളനം എന്ന രീതിയിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റായിൽ PV അൻവർ ഇട്ടിരിക്കുന്നത്. ഇത് അൻവർ MLA സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുകയാണ് എന്ന അഭ്യൂഹമാണ്. TMCയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ TMCയുടെ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പ്രധാനപ്പെട്ട തീരുമാനം പ്രഖ്യാപിക്കാനായ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇത് അൻവർ MLA സ്ഥാനം രാജിവെക്കുന്നതിനുള്ള വാർത്താ സമ്മേളനമാണ് എന്ന നിലയ്ക്കുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമായി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഈ ഘട്ടത്തിൽ പ്രചരിക്കുന്നുണ്ട്. അൻവറിനെ TMC കേരളത്തിൽ നിന്നും നേരത്തെ തന്നെ ചില ഏജൻസികളുടെ സഹായത്തോടുകൂടി കണ്ടെത്തിയിരുന്നു എന്നും അത് പിന്നീട് അൻവർ കൂടി സന്നദ്ധമായതോടുകൂടി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശനം എന്നത് സാധ്യമാവുകയായിരുന്നു എന്നുമാണ് വിവരം. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം ഒരു സ്വതന്ത്ര MLA ആയിരിക്കെ PV അൻവറിന് എടുക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ഒരു പരാതി വന്നാൽ സ്പീക്കർക്ക് അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കാൻ കഴിയും. അത് കൂറുമാറ്റ നിരോധന നിയമം അടക്കമുള്ളവയുടെ വകുപ്പിൽ പെടുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് അൻവർ MLA സ്ഥാനം ഒഴിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനാൽ തന്നെയാണ് ഇത്തരം അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വളരെ ശക്തമായി പ്രചരിക്കുന്നത്. അതിനിടയിലാണ് അൻവർ നാളെ നിർണായകമായ പ്രഖ്യാപനം നടത്താനുണ്ട് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. മറ്റ് ചില കാര്യങ്ങൾ കൂടി പ്രചരിക്കുന്നുണ്ട്. അതിൽ ഒന്ന് TMC വഴി താമസിയാതെ രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്ന മുറയ്ക്ക് എത്തും എന്നതടക്കമുള്ള അത്തരം ഓഫറുകൾ PV അൻവറിന് തൃണമൂൽ കോൺഗ്രസ് നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള ചില പ്രചാരണങ്ങളും ശക്തമായി തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പോഴും അഭ്യൂഹമാണ്. PV അൻവറോ തൃണമൂൽ കോൺഗ്രസോ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ആകെ ഉള്ളത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി PV അൻവർ എത്തുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസ് നേതാവ് ട്വീറ്റ് ചെയ്തതോടുകൂടിയാണ് വിവരങ്ങൾ പുറത്തു വന്നത്. അത് പിന്നീട് PV അൻവർ മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിനപ്പുറമുള്ള സ്ഥിരീകരണമില്ല. MLA സ്ഥാനം അൻവർ ഒഴിയും എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും അതിശക്തമായ അഭ്യൂഹമായി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പ്രചരിച്ചു തുടങ്ങിയിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിൽ ഇക്കാര്യത്തിലൊക്കെ നാളെ രാവിലെ 9:30 PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ പ്രഖ്യാപനം ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ വരുന്ന വാർത്തകൾക്ക് പൂർണ്ണമായും ഉണ്ടാകുക. അൻവറിന്റെ അടുത്ത നീക്കം എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വളരെ ശക്തമായി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം PV അൻവർ വളരെ വേഗത്തിൽ UDF പാളയത്തിലെത്താൻ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും കരുതലോടെ മാത്രം നീങ്ങിയാൽ മതി എന്ന ധാരണ UDF നേതൃത്വത്തിനുള്ളിൽ രൂപപ്പെടുകയായിരുന്നു. പലപ്പോഴും ഒറ്റയ്ക്ക് സ്വന്തം നിലയ്ക്ക് പല അഭിപ്രായ പ്രകടനങ്ങളും നടത്താറുള്ള PV അൻവർ മുന്നണിയിലേക്ക് വേഗത്തിൽ എത്തുന്നത് മുന്നണിയെ വെട്ടിലാക്കാനുള്ള സാധ്യതകൾ പല നേതാക്കളും ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധിക്കെതിരെ മുമ്പ് നടത്തിയ പരാമർശങ്ങൾ, VD സതീശനെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ, അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിച്ച സമീപനങ്ങൾ എല്ലാം UDFിലേക്കുള്ള അൻവറിന്റെ വേഗത്തിൽ പോകാം എന്ന കണക്കൂട്ടലുകൾക്ക് തെറ്റുവരുത്തുകയായിരുന്നു, അല്ലെങ്കിൽ കണക്കൂട്ടലുകളെ തെറ്റിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അത് അൻവറിന് തിരിച്ചടിയായി. അതിനിടയിലാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്താനുള്ള നീക്കം നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തത്. അതിന്റെ പശ്ചാത്തലത്തിലുള്ള തീരുമാനങ്ങളാണ് സ്വാഭാവികമായും ഇപ്പോൾ PV അൻവറിൽ നിന്നും ഉണ്ടാകുന്ന. ഒരു സ്വതന്ത്ര MLAക്ക് മറ്റൊരു പാർട്ടിയിലും അംഗത്വം എടുക്കാൻ കഴിയില്ല. അങ്ങനെ അംഗത്വം എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയേണ്ടി വരും, അല്ലെങ്കിൽ അത് വലിയ നിയമക്കുരുക്കുകളിലേക്ക് ആ അംഗത്തെ കൊണ്ടെത്തിക്കും. സ്വാഭാവികമായും PV അൻവറിന് തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ MLA ആയിരിക്കെ ചേരാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ പദവി ഒഴിയുക എന്നതാണ് മുന്നിലുള്ള വഴി. തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം എടുത്തുകൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് പരിണിതജ്ഞരായ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വാഭാവികമായും അൻവർ MLA സ്ഥാനം രാജിവെക്കുമെന്ന കണക്കൂട്ടലുകളും അഭ്യൂഹങ്ങളും ഒക്കെ ശക്തമാകുന്ന ഈ പശ്ചാത്തലത്തിലാണ്. പക്ഷേ അക്കാര്യം അൻവർ ഇതുവരെ സ്ഥിരീകരിച്ചില്ല. നാളത്തെ വാർത്താ സമ്മേളനത്തിൽ നിർണായക പ്രഖ്യാപനം ഉണ്ടാകും എന്ന് മാത്രമാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം. തൃണമൂൽ കോൺഗ്രസുമായി എത്തിയിരിക്കുന്ന ധാരണകൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ചുകൂടി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അൻവറിന് ഇനി ഒഴിവ് വരുന്ന മുറയ്ക്ക് രാജ്യസഭാ സീറ്റിലേക്ക് തൃണമൂൽ കോൺഗ്രസ് പരിഗണിക്കും എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾക്ക് ഒരു വ്യക്തത വരികയുള്ളൂ. അക്കാര്യത്തിലൊന്നും നാളത്തെ വാർത്താ സമ്മേളനത്തിൽ ഏതൊക്കെ കാര്യത്തിൽ വ്യക്തത ലഭിക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും LDF പാളയം വിട്ടിറങ്ങിയ
PV അൻവർ നേരെ UDF-ലേക്ക് എത്തുന്നില്ല. പകരം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലാണ് പോയി ഭാഗമാകാൻ പോകുന്നത്. തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ നിലവിൽ സംസ്ഥാനത്ത് UDF-ന്റെ ഭാഗവുമല്ല. അപ്പോൾ അങ്ങനെ UDF-ലേക്ക് ഒരു പാർട്ടിയെ ഉൾപ്പെടുത്തണമെങ്കിൽ UDF-ൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കേണ്ടി വരും. ഘടകകക്ഷികൾ അടക്കം ഇക്കാര്യത്തിൽ ഒരു സമ്മതങ്ങൾ വേണ്ടിവരും എന്ന കാര്യവും ഉറപ്പാണ്. അതിനാൽ തന്നെ നേരത്തെ ഉള്ളതുപോലെ തന്നെ PV അൻവർ ഏത് പാർട്ടിയുടെ ഭാഗമായാലും UDF-ലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനം കുറച്ചുകൂടി നീണ്ടുപോകും എന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ഇനി അതിന് സാധ്യമാകുമോ എന്ന കാര്യത്തിൽ അടക്കം സംശയമുണ്ട്. കാരണം UDF പാളയത്തിൽ നിന്ന് വളരെ കൃത്യമായ ഉറപ്പുകൾ ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന വഴിയിലേക്ക് PV അൻവർ തെരഞ്ഞെടുക്കുകയും നാളെ നിർണായകമായ പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയും ചെയ്യുന്നത്. അത് MLA സ്ഥാനം രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഈ ഘട്ടത്തിൽ വളരെ ശക്തമായി തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. സ്നേഹ.